ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ലവ്. വിവാഹം പേടിയുള്ളൊരു പെൺകുട്ടി. വിവാഹം കഴിക്കാൻ മാത്രമല്ല, അവൾക്ക് മറ്റൊരു പേടി കൂടെയുണ്ട്. തനിച്ചാവുന്നതും അവൾക്ക് പേടിയാണ്. അവളുടെ ഈ പേടിക്കെല്ലാം ഒരു കാരണമുണ്ട്. അവളുടെ ചെറുപ്പകാലം അത്ര നല്ലതായിരുന്നില്ല. ഒരുപാട് ദുരനുഭവങ്ങൾ അവൾക്ക് നേരിടേണ്ടി വന്നു. അതിൽ നിന്നുമുണ്ടായ ട്രോമയാണ് അവളുടെ ഈ പേടിക്കെല്ലാം കാരണം. മുതിർന്നു കഴിഞ്ഞപ്പോഴും അവളെ ഈ പേടി വിട്ടുമാറിയില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒന്നല്ല രണ്ടല്ല 4 പേർ അവളെ പ്രണയിക്കുന്നത്. ആരെയായിരിക്കും അവൾ സ്വീകരിക്കുക? ആ കഥയാണ് കഴിഞ്ഞ വർഷം റിലീസ് ചെയ്ത ലോസ്റ്റ് യു ഫോർ എവർ എന്ന ചൈനീസ് ഡ്രാമ പറയുന്നത്. നമുക്ക് വേഗം തന്നെ കഥയിലേക്ക് കടക്കാം. കഥ നടക്കുന്നത് ദേവന്മാരും അസുരന്മാരും മനുഷ്യരുമെല്ലാം ഇടകലർന്ന് ജീവിക്കുന്ന ഒരു സാങ്കല്പിക ലോകത്താണ്. ആ ലോകം ഇപ്പോൾ ഭരിക്കുന്നത് ദേവന്മാരാണ്. അവിടുത്തെ ഷിയാൻ എന്ന രാജ്യത്തെ ഷിയാൻ പർവ്വതത്തിലാണ് ഈ കഥ തുടങ്ങുന്നത്. ആ കാണുന്നത് ഷിയാനിന്റെ രാജ്ഞി ഷീലിംഗ് ഷിയയുടെ കൊട്ടാരമാണ്. അവിടെ 2 കുട്ടികൾ കളിക്കുന്നുണ്ട്. ആദ്യത്തേത് നമ്മുടെ കഥാനായികയായ ഷ്യാവ്യാവോ. നല്ല കഴിവും ആത്മവിശ്വാസവുമുള്ള ഒരു കുട്ടിയാണവൾ. അവളുടെ നെറ്റിയിൽ ഭംഗിയുള്ളൊരു പൊട്ടുണ്ട്. ജനിക്കുമ്പോൾ തന്നെ കിട്ടിയ ഒരു അടയാളമാണത്. മറ്റേയാളാണ് നമ്മുടെ കഥയിലെ നായകരിൽ ഒരാളായ സങ്ഷുവാൻ. അവനാകട്ടെ ഒരു പുസ്തകത്തിൽ ഇങ്ങനെ മുഖം പൂഴ്ത്തിയിരിക്കുകയാണ്. അവന്റെ ശ്രദ്ധ കിട്ടാൻ ഷ്യാവ്യാവോ പഠിച്ച പണി 18 നോക്കുന്നുണ്ട്. അവനാണെങ്കിൽ അവളെ ശ്രദ്ധിക്കുന്നതേയില്ല. അറിവാണ് കുട്ടി, ഈ ലോകത്ത് ഏറ്റവും പ്രധാനം എന്നാണ് അവൻ പറയുന്നത്. ഈ ഷീലിംഗ് ഷിയെ അവന്റെ മുത്തശ്ശിയാണ്. അവൻ മുത്തശ്ശിയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നോ, അവന്റെ അച്ഛനും അമ്മയും യുദ്ധത്തിന് പോയിരിക്കുകയാണ്. അവരുടെ രാജ്യമായ ഷിയാനും ചെൻറോങ് എന്ന രാജ്യവും തമ്മിൽ വലിയൊരു യുദ്ധം നടക്കുകയാണ്. ഷിയാനിനു വേണ്ടി യുദ്ധം ചെയ്യാനാണ് അവന്റെ അച്ഛനും അമ്മയും പോയിരിക്കുന്നത്. അവരവിടെ അങ്ങനെ കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് അവിടെയെല്ലാം ഇരുട്ട് പരത്തിക്കൊണ്ട് ഒരു വാർത്ത എത്തുന്നത്. സങ്ഷുവാന്റെ അച്ഛൻ യുദ്ധത്തിൽ മരിച്ചു. മകന്റെ മരണവാർത്ത കേട്ടതും ഷീലിംഗ് ഷിയെ തളർന്നു വീണു. പിന്നെ കാണുന്നത് ശവസംസ്കാരം നടക്കുന്ന സ്ഥലമാണ്. അവിടേക്ക് കുട്ടികളെയും കൊണ്ട് ഷ്യാവ്യാവയുടെ അമ്മ ഷീലിംഗ് ഹെങ് എത്തി. ഷീലിംഗ് ഹെങ് ഷീലിംഗ് ഷിയയുടെ ശിഷ്യയാണ്. ഒരു രാജാവിന്റെയോ രാജ്ഞിയുടെയോ ശിഷ്യയാണെന്ന് പറഞ്ഞാൽ വളർത്തു മകളെ പോലെയാണ് എന്നാണ് അർത്ഥം. ആ സമയത്താണ് ദുഃഖം നിറഞ്ഞ മുഖവും കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഒരാൾ അവിടെ എത്തുന്നത്. സങ്ഷുവാന്റെ അമ്മ ചാങ്പു. അവിടെ ഷിയാൻ രാജാവും അദ്ദേഹത്തിന്റെ മറ്റു മക്കളുമുണ്ട്. യഥാർത്ഥത്തിൽ രാജാവിന്റെ ഈ മക്കളെല്ലാം ചേർന്ന് സഹോദരനെ, അതായത് സങ്ഷുവാന്റെ അച്ഛനെ ചതിച്ചതാണ്. അവർ യുദ്ധം നടക്കുന്നിടത്ത് ആയുധങ്ങൾ എത്തുന്നത് വൈകിപ്പിച്ചു. ആവശ്യത്തിന് ആയുധങ്ങളില്ലാതെ 6000 പടയാളികൾ മരിച്ചു. ഒടുവിൽ സങ്ഷുവാന്റെ അച്ഛനും മരണത്തിന് കീഴടങ്ങി. ഈ വിവരം ഷിയാൻ രാജാവിനോട് പറയാനാണ് ചാങ്പു അവിടേക്ക് വന്നത്. എന്നാൽ ചാങ്പു ഇതെല്ലാം പറഞ്ഞിട്ടും ഷിയാൻ രാജാവിന് ഒരു ഭാവഭേദവുമില്ല. ചടങ്ങുകൾ തുടരട്ടെ എന്ന് അദ്ദേഹം ഉത്തരവിട്ടു. ഇത് കണ്ട് ചാങ്പുവിന് സഹിക്കാനായില്ല. അവൾ ഉടനെ ഒരു കത്തിയെടുത്ത് രാജാവിന്റെ 2ാമത്തെ മകൻ ഷിയാൻ ഈപ്പെങ്ങിന്റെ നെഞ്ചിൽ കുത്തിയിറക്കി. ഈ ഷിയാൻ ഈപ്പെങ്ങാണ് ഇതിന്റെ എല്ലാം സൂത്രധാരി. ഇത് കണ്ട് ചാങ്പുവിനെ തുറങ്കിലടക്കാൻ രാജാവ് ഉത്തരവിട്ടു. ചാങ്പു ഉടനെ ഓടി മകന്റെ അടുത്തെത്തി അവനോട് യാത്ര പറഞ്ഞു. എന്നിട്ടവൾ തിരിഞ്ഞ് ഷീലിംഗ് ഹെങ്ങിനോട് പറഞ്ഞു, സഹോദരി, എന്റെ മകനെ നീ നോക്കിക്കൊള്ളണേ. ഇതും പറഞ്ഞ് അവൾ ആ കത്തിയെടുത്ത് സ്വന്തം നെഞ്ചിൽ കുത്തി ആത്മഹത്യ ചെയ്തു. അങ്ങനെ അവൾ സ്വന്തം ഭർത്താവിന്റെ ശവക്കല്ലറയിൽ മരിച്ചു വീണു. സങ്ഷുവാന് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടു. ഈ വിവരമെല്ലാം അറിഞ്ഞ് ഷീലിംഗ് ഷിയയും കിടപ്പിലായി. മകനും മരുമകളും മരിച്ച ദുഃഖത്തിൽ കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരും മരണത്തിന് കീഴടങ്ങി. ഇതോടെ സങ്ഷുവാന് ആകെയുണ്ടായിരുന്ന മുത്തശ്ശിയും പോയി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞു. ഒരു ദിവസം സങ്ഷുവാന്റെ കരച്ചിൽ കേട്ട് ഷ്യാവ്യാവോ ഓടി വന്നു നോക്കി. അവിടെ സങ്ഷുവാനെ കുറച്ചു കുട്ടികൾ ശല്യപ്പെടുത്തുകയാണ്. സങ്ഷുവാന് ഇപ്പോഴാരുമില്ലല്ലോ, അതിന്റെ ധൈര്യമാണ് അവർക്ക്. ഇത് കണ്ട് ഷ്യാവ്യാവോ അവരെ വിരട്ടി. അധികം കളിച്ചാലുണ്ടല്ലോ ഞാൻ എന്റെ അച്ഛനോട് പറയും എന്നവൾ പറഞ്ഞു. നിന്റെ അച്ഛനോ? നിന്റെ അച്ഛൻ നിങ്ങളെ ഉപേക്ഷിച്ചതല്ലേ? നിന്റെ അമ്മയെയും നിന്നെയും ഉപേക്ഷിച്ചുവെന്ന് അദ്ദേഹം എല്ലാ രാജ്യത്തെയും അറിയിച്ചല്ലോ എന്ന് അതിലൊരുത്തൻ പറഞ്ഞു. അപ്പോഴാണ് അവർ ഷീലിംഗ് ഷിയയുടെ കൊട്ടാരത്തിൽ കഴിയുന്നത് എന്തിനാണെന്ന് ഷ്യാവ്യാവ് മനസ്സിലാക്കുന്നത്. ഷ്യാവ്യാവയുടെ അച്ഛൻ ഹൗളിങ്ങിന്റെ രാജാവ് അവളെയും അമ്മയും ഉപേക്ഷിച്ചിരിക്കുന്നു. ഹൗളിങ് എന്നത് ആ ലോകത്തെ 3ാമതൊരു രാജ്യമാണ്. അവിടുത്തെ രാജാവിന്റെ ഒരേയൊരു മകളാണ് ഷ്യാവ്യാവോ, ഹൗളിങ്ങിന്റെ രാജകുമാരി. പക്ഷേ അച്ഛൻ അവരെ ഉപേക്ഷിച്ചുവെന്ന് അവൾ അപ്പോഴാണ് അറിയുന്നത്.
നിന്നെയൊക്കെ ഒതുക്കാൻ ഞാൻ തന്നെ ധാരാളം എന്ന് പറഞ്ഞ് ശ്യാവ്യാവോ അവന്റെ മൂക്കിന് ഒരൊറ്റ ഇടിയിട്ടു കൊടുത്തു. അവൻ മറിഞ്ഞു വീണു. ബാക്കിയുള്ളവരെയും ഒരൊറ്റ നിമിഷം കൊണ്ട് തന്നെ അവൾ താഴെയിട്ടു. അത്രയ്ക്ക് ശക്തിയാണ് അവൾ. മാത്രമല്ല അവൾ കുങ്ഫു പഠിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ അവളോട് ഏറ്റുമുട്ടാൻ കഴിയാതെ അവരവളുടെ കാലിൽ വീണ് കരഞ്ഞ് മാപ്പ് പറഞ്ഞു. ശരി ശരി എന്ന് പറഞ്ഞ് ശ്യാവ്യാവോ സംശുവാനെയും കൊണ്ട് കൊട്ടാരത്തിലേക്ക് തിരിഞ്ഞു നടന്നു. പോകുന്ന വഴിയിൽ ശ്യാവ്യാവോ സംശുവാന് ഒരു ഉറപ്പ് കൊടുത്തു. ഇനി ഒരിക്കലും ശ്യാവ്യാവോ സംശുവാനെ വിട്ട് പിരിയില്ല എന്ന ഉറപ്പ്. അതിന് നീ കല്യാണം കഴിഞ്ഞു പോവില്ലേ, പിന്നെ ഞാൻ നിന്നെ എങ്ങനെ കാണും എന്ന് സംശുവാൻ ചോദിച്ചു. അവർ തമ്മിൽ ശരിക്കും ഒരു ബന്ധവുമില്ലല്ലോ. ഉടനെ ശ്യാവ്യാവോ പറഞ്ഞു, ഞാൻ നിന്റെ സഹോദരിയാവാം. അപ്പോൾ നമ്മളെ ആർക്കും പിരിക്കാനാവില്ലല്ലോ. അത് കേട്ട് സംശുവാന് സന്തോഷമായി. പക്ഷേ ആ സന്തോഷത്തിനും അധികം ആയുസുണ്ടായിരുന്നില്ല. ചെൻറോങ്ങിന്റെ സൈന്യം ഷിയാൻ പർവ്വതത്തിനോടടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ വിവരമറിഞ്ഞതും ഷീലിംഗ്ഹെങ് യുദ്ധത്തിനു വേണ്ട തയ്യാറെടുപ്പുകൾ തുടങ്ങി. ഷീലിംഗ്ഹെങ്ങിനോട് യുദ്ധം ചെയ്യാൻ ഷിയാൻ രാജാവ് ഉത്തരവിട്ടിരിക്കുകയാണ്. പോകുന്നതിന് തലേദിവസം ഷീലിംഗ്ഹെങ് സംശുവാനെ അടുത്ത് വിളിച്ചു. ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ നീ ശ്യാവ്യാവയെ നോക്കണേ എന്നവർ അവനോട് പറഞ്ഞു. അടുത്ത ദിവസം ശ്യാവ്യാവയുടെ യാത്ര പറഞ്ഞ് ഷീലിംഗ്ഹെങ് യുദ്ധത്തിനായി പുറപ്പെട്ടു. എന്നാൽ ആ യുദ്ധത്തിൽ ഷീലിംഗ്ഹെങ് മരിച്ചു. ഇതും കൂടെ ആയപ്പോൾ സംശുവാന് ഒരു കാര്യം മനസ്സിലായി. യുദ്ധത്തിന് ആര് പോകണം ആര് പോകണ്ടെന്ന് തീരുമാനിക്കുന്നത് രാജാവാണ്. അതുകൊണ്ട് അവന് സ്നേഹമുള്ളവരെ സംരക്ഷിക്കാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, രാജാവാകണം. അവൻ ഭാവിയിൽ ഷിയാനിന്റെ രാജാവാകും എന്ന് തീരുമാനിച്ചു. അവനത് ഷിയാൻ രാജാവിനോട് പറയുകയും ചെയ്തു. ഇത് കേട്ട് ആ ദിവസത്തിനായി ഞാൻ കാത്തിരിക്കും എന്ന് ഷിയാൻ രാജാവ് അവനോട് പറഞ്ഞു. ആ കൂട്ടത്തിൽ അദ്ദേഹം അവനോട് മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു. ശ്യാവ്യാവിയെ അവളുടെ മുത്തശ്ശിയുടെ അടുത്തേക്ക് അയക്കുകയാണ്. അവളുടെ മുത്തശ്ശി ഒരു ഒറ്റപ്പെട്ട സ്ഥലത്താണ് ജീവിക്കുന്നത്. അവിടെ അവൾ കൂടുതൽ സുരക്ഷിതയായിരിക്കും എന്ന് അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് സംശുവാൻ ഒരുപാട് കരഞ്ഞു. എന്നാൽ അവൻ എന്തു ചെയ്യാനാണ്? അവനൊരു കൊച്ചുകുട്ടിയല്ലേ. അങ്ങനെ ശ്യാവ്യാവയ്ക്ക് പോവേണ്ട ദിവസമെത്തി. പോകുന്നതിനു മുമ്പ് അവൾ സംശുവാന് ഒരു സമ്മാനം കൊടുത്തു. അവളുടെ കയ്യിൽ വസ്ത്രത്തിൽ തൂക്കിയിടുന്ന ഒരു തൊങ്ങലുണ്ട്. 9 വാലുകളുള്ള കുറുക്കന്റെ ഒരു വാൽ പിടിപ്പിച്ചിരിക്കുന്ന തൊങ്ങൽ. അതവൾ സംശുവാന് കൊടുത്തു. അത് കണ്ടതും സംശുവാൻ അവളോട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ഞാൻ നിന്റെ അടുത്തെത്തും. പിന്നെ ആർക്കും നമ്മളെ വേർപിരിക്കാനാവില്ല. ശരി, ഞാൻ ചേട്ടനു വേണ്ടി കാത്തിരിക്കും എന്ന് പറഞ്ഞ് ശ്യാവ്യാവ് യാത്ര പുറപ്പെട്ടു. സംശുവാൻ വീണ്ടും തനിച്ചായി. അവിടുന്ന് കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും ഷിയാൻ രാജ്യം ചെൻറോങ് രാജ്യത്തെ യുദ്ധത്തിൽ പരാജയപ്പെടുത്തി. ചെൻറോങ് കീഴടങ്ങി. അതോടെ ചെൻറോങ് ഷിയാൻ രാജ്യത്തിന്റെ ഭാഗമായി. ഇപ്പോഴാ ലോകത്ത് ഹാവ്ലിംഗ് രാജ്യവും ഷിയാൻ രാജ്യവും മാത്രമേ ഉള്ളൂ. 300 വർഷങ്ങൾ കഴിഞ്ഞു. ഇപ്പോൾ കാണുന്നത് ചിങ്ഷുയ് എന്ന പട്ടണമാണ്. ചിങ്ഷുയ് പട്ടണം പണ്ട് ചെൻറോങ്ങിന്റെ ഭാഗമായിരുന്നു. എന്നാൽ ഇപ്പോഴത് ഷിയാനിന്റെയോ ഹാവ്ലിംഗിന്റെയോ ഭാഗമല്ല. 2 രാജ്യങ്ങളും ഏറ്റെടുക്കാത്ത ഒരു സ്ഥലം. അതുകൊണ്ട് തന്നെ നിയമം ലംഘിക്കുന്നവർ ഓടി രക്ഷപ്പെടുന്നത് ഈ പട്ടണത്തിലേക്കാണ്. അവിടെയാണ് നമ്മുടെ ശ്യാവ്യാവോ ഇപ്പോഴുള്ളത്. ശ്യാവ്യാവോ ഇപ്പോഴാ പഴയ ആളേ അല്ല, ആകെ മാറിയിട്ടുണ്ട്. അവൾ സ്വന്തം ശരീരം ഒരു പുരുഷന്റെ ശരീരമാക്കി മാറ്റിയിരിക്കുകയാണ്. സ്വന്തം പേരും അവൾ മാറ്റി. ഇപ്പോൾ അവൾ വെൻ ഷാവ്ലിയോ ആണ്. ഈ 300 വർഷങ്ങൾക്കിടയിൽ നടന്ന എന്തൊക്കെയോ കാര്യങ്ങൾ അവളെ ഇങ്ങനെ മാറ്റിയെടുത്തിരിക്കുകയാണ്. 300 വർഷങ്ങൾ എങ്ങനെ ഒരാൾ ജീവിക്കുമെന്നല്ലേ? അവൾ ഒരു ദേവതയാണ്. ഷിയാനും ഹൗളിങ്ങുമെല്ലാം ഭരിക്കുന്നത് ദേവന്മാരാണെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? എന്നാൽ ശ്യാവ്യാവോ ഇപ്പോഴുള്ള ചിങ്ഷുയ് പട്ടണത്തിൽ എല്ലാവരുമുണ്ട്. മനുഷ്യനും ഭൂതങ്ങളും കുട്ടിച്ചാത്തന്മാരും, അങ്ങനെ എല്ലാവരും. ആ നാട്ടിൽ കഥ പറയുന്ന ഒരു കല്ലുണ്ട്. യഥാർത്ഥത്തിൽ അതൊരു ഭൂതമാണ്. ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും ആ കല്ല് ആ നാട്ടുകാരോട് പറയും. ശരിക്കും പറഞ്ഞാൽ ആ നാട്ടിലെ ന്യൂസ് ചാനലാണ് ആ കല്ല്. ആ കല്ലിനു ചുറ്റും ഒത്തുകൂടിയിരിക്കുകയാണ് ആ നാട്ടിലെ എല്ലാവരും. കൂട്ടത്തിൽ ശ്യാവ്യാവുമുണ്ട്. ആ കഥ പറയുന്ന ഭൂതം ഇപ്പോൾ പറയുന്നത് ശ്യാവ്യാവയുടെ കഥയാണ്. ശ്യാവ്യാവോ ഷിയാനിൽ നിന്നും പോയി കുറച്ചു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സംശുവാനും ഷിയാൻ വിട്ടു. ചെറിയച്ഛന്മാർ അവനെ ഓടിച്ചു വിട്ടു എന്ന് പറയുന്നതാകും ശരി. ചെറിയച്ഛന്മാരുടെ അടുത്തുനിന്നും ഓടി രക്ഷപ്പെട്ട് സംശുവാൻ നേരെ പോയത് ഹാവ്ലിംഗ് രാജാവിനടുത്തേക്കാണ്. ഹാവ്ലിംഗ് രാജാവ് സംശുവാനെ ശിഷ്യനായി സ്വീകരിച്ചു. സ്വന്തം മകനെ പോലെ സ്നേഹിച്ചു. അതോടെ സംശുവാൻ അവിടുത്തെ രാജകുമാരനെ പോലെയായി. ഇപ്പോൾ ഹാവ്ലിംഗ് രാജാവിന്റെ ഇളയ മകളോടൊപ്പം ഊരു ചുറ്റി നടക്കുകയാണ് സംശുവാൻ. ഈ വാർത്ത കേട്ടതും ശ്യാവ്യാവ് വല്ലാതെയായി. ആ സമയത്താണ് ആ പട്ടണത്തിലേക്ക് ഒരാൾ എത്തുന്നത്.
മറ്റാരുമല്ല നമ്മുടെ സംശുവാൻ. ആ ഭൂതം പറഞ്ഞതുപോലെ തന്നെ സംശുവാന്റെ കൂടെ മറ്റൊരാളും കൂടെയുണ്ട്. ഹൗളിംഗ് രാജാവിന്റെ ഇളയ മകൾ നിയാൻ. സംശുവാൻ ഇപ്പോൾ വളർന്നു വലുതായി സുന്ദരനായൊരു യുവാവായി മാറിയിരിക്കുകയാണ്. അവന്റെ മുഖത്ത് ഒരു ദുഃഖഭാവമാണുള്ളത്. ഇതേ സമയം ഷ്യാവ്യാവോവിന്റെ അടുത്തിരിക്കുകയായിരുന്ന ഒരു കുട്ടിച്ചാത്തൻ പെണ്ണിന് പ്രസവവേദന തുടങ്ങി. ഷ്യാവ്യാവോ ആ നാട്ടിൽ ജീവിക്കുന്നത് ഒരു വൈദ്യനായിട്ടാണ്. അവളുടെ അമ്മ വൈദ്യശാസ്ത്രത്തിൽ നല്ല അറിവുള്ളയാളായിരുന്നു. അമ്മയിൽ നിന്നും ചെറുപ്പത്തിൽ തന്നെ അവൾ വൈദ്യം പഠിച്ചിരുന്നു. ഇപ്പോഴവൾ ചിങ്ഷ്വയിലെ വന്ധ്യത ചികിത്സിക്കുന്ന വൈദ്യനാണ്. കുട്ടിച്ചാത്തൻ പെണ്ണിന് വേദന തുടങ്ങിയതോടെ നാട്ടുകാരെല്ലാം ചേർന്ന് കുടകൊണ്ട് ഒരു മറയുണ്ടാക്കി. ഷ്യാവ്യാവോ അവളുടെ പ്രസവമെടുത്തു. കുട്ടിച്ചാത്തൻ പെണ്ണിന് ജനിച്ചതോ മുയൽ കുഞ്ഞുങ്ങളും. ഇതുകണ്ട് നാട്ടുകാരെല്ലാവരും അവളെ പ്രശംസിച്ചു. ഇതുകണ്ട് ഷ്യാവ്യാവോ അവിടെ കുറച്ച് ഉയരത്തിൽ കയറി നിന്നു. എന്നിട്ട് പറഞ്ഞു, ചേട്ടന്മാരെ, അനിയത്തിമാരെ, അമ്മാവന്മാരെ, അമ്മായിമാരെ, നിങ്ങൾക്കാർക്കെങ്കിലും മക്കളില്ലെങ്കിൽ എന്റെ അടുത്ത് വരാം. ഞാൻ ചികിത്സിച്ചാൽ നിങ്ങൾക്ക് നിർത്താതെ കുട്ടികളുണ്ടാകും. ആ സമയത്താണ് സംശുവാനും നിയാനും കൂടി പട്ടണത്തിനകത്തേക്ക് വരുന്നത്. നിയാന് ആ സ്ഥലം ഒട്ടും പിടിച്ചില്ല. നിയാന്റെ രാജ്യമായ ഹൗളിംഗ് സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യമാണ്. മനോഹരമായ കെട്ടിടങ്ങളും പൂന്തോട്ടങ്ങളുമെല്ലാമുള്ള പണക്കാരുടെ രാജ്യം. എന്നാൽ ചിങ്ഷെ പണ്ട് ചെൻറോങ്ങിന്റെ ഭാഗമായിരുന്നല്ലോ. ചെൻറോങ് പണ്ട് സാധാരണ കർഷകരുടെ രാജ്യമായിരുന്നു. അവിടുത്തെ ആളുകളെല്ലാം വളരെ സാധാരണക്കാരാണ്. നിയാൻ അവിടെ കയറിയപ്പോൾ തന്നെ പരാതി തുടങ്ങി. ഈ സ്ഥലത്തിന് ഒട്ടും വൃത്തിയില്ല. ഇവിടെയെല്ലാം ആകെ പൊടിയാണ്. ഇവിടെ എന്താണ് എല്ലാവരും ഇത്രയും പഴഞ്ചൻ വസ്ത്രങ്ങൾ ധരിക്കുന്നത്? പക്ഷേ നിയാൻ പറയുന്നതൊന്നും സംശുവാൻ ശ്രദ്ധിക്കുന്നതേയില്ല. അവന്റെ കണ്ണുകൾ ആരെയോ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതെ, ഷ്യാവ്യാവോയെ. ആ സമയം ഷ്യാവ്യാവോ നാട്ടുകാരോടെല്ലാം യാത്ര പറഞ്ഞ് വീട്ടിലേക്ക് തിരിക്കുകയാണ്. എന്നാൽ അവൾ പുറംതിരിഞ്ഞാണ് നടന്നുകൊണ്ടിരുന്നത്. അവൾ നേരെ ചെന്ന് നിയാന്റെ ദേഹത്തിടിച്ചു. അവളുടനെ നിയാനോട് ക്ഷമ പറഞ്ഞ് അവിടെ നിന്നും പോയി. നിനക്കെന്തെങ്കിലും പറ്റിയോ എന്ന് സംശുവാൻ നിയാനോട് ചോദിച്ചു. ഏയ് ഇല്ല, ഒരു വൃത്തിയുമില്ലാത്തവൻ കുളിച്ചിട്ട് എത്ര ദിവസമായോ എന്തോ എന്ന് നിയാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ ഷ്യാവ്യാവോ ഒന്ന് ആലോചിച്ചു നോക്കി. ഞാൻ ഇന്നലെയല്ലേ കുളിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. സംശുവാനും ഒരു പുഞ്ചിരിയോടെ അവിടെ നിന്ന് നടന്നുപോയി. പക്ഷേ സംശുവാൻ അത് യഥാർത്ഥത്തിൽ ആരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അവനൊരിക്കലും ഷ്യാവ്യാവയെ ഒരു പുരുഷനായി സങ്കല്പിച്ചിരുന്നതേയില്ല. ആ സമയത്തും കഥ പറയുന്ന ഭൂതം ഷ്യാവ്യാവോവിന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സംശുവാനും ആ ഭൂതത്തെ ശ്രദ്ധിച്ചു. ഈ സമയം ഷ്യാവ്യാവോ നേരെ അവളുടെ വീട്ടിലെത്തി. ഷ്യാവ്യാവയുടെ വീട്ടിൽ അവളെ കൂടാതെ 3 പേരുണ്ട്. അമ്മാവൻ മൂവും ചാൻസവും മാസുവും. ചാൻസവും മാസുവും മനുഷ്യരാണ്. അവർ വളരെ ചെറുതായിരുന്നപ്പോൾ തന്നെ അവരെ എടുത്തു വളർത്തിയതാണ് ഷ്യാവ്യാവോ. അമ്മാവൻ മൂ പണ്ട് ഷിയാൻ സൈന്യത്തിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന് സൈന്യത്തിൽ ജോലി ചെയ്യാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. അങ്ങനെയാണ് അമ്മാവൻ മൂ ചിങ്ഷയിലെത്തുന്നത്. ഷ്യാവ്യാവോ അദ്ദേഹത്തെ ഒപ്പം കൂട്ടി. ഇപ്പോൾ ഇവരാണ് ഷ്യാവ്യാവോവിന്റെ കൂട്ട്. ആ വീട് അവളുടെ വൈദ്യശാലയുമാണ്. അവിടെ ചികിത്സയ്ക്കെത്തുന്നവർ കൊടുക്കുന്ന പണം കൊണ്ടാണ് അവൾ ആ കുടുംബം നോക്കുന്നത്. ഇതേസമയം സംശുവാനും അവിടെ ഒരു വീട് കണ്ടെത്തി. അവനും സഹായികളും ചേർന്ന് അവിടെയെല്ലാം വൃത്തിയാക്കി. നിയാനതെല്ലാം അവിടെ ഇരുന്ന് നോക്കിക്കൊണ്ടേയിരുന്നു. എല്ലാം കഴിഞ്ഞപ്പോൾ നിയാൻ പറഞ്ഞു, ഈ വീടിനു മുന്നിലുള്ള ഈ ഉണങ്ങിയ മരം ഒരു ഭംഗിയുമില്ല. ചേട്ടാ, എനിക്കിതിൽ നിറയെ പൂ വിരിയിച്ചു തരാമോ? സംശുവാനാണെങ്കിൽ അവൾക്ക് വേണ്ടി എന്തും ചെയ്യും. വേണമെങ്കിൽ അമ്പിളി അമ്മാവനെ വരെ പിടിച്ചു കൊടുക്കും. അവൻ പോയി ആ മരത്തിലൊന്ന് തൊട്ടു. ഉടനെ ആ മരത്തിൽ നിറയെ പൂക്കൾ വിരിഞ്ഞു. അവൾക്ക് സന്തോഷമായി. അപ്പോഴാണ് അടുത്ത പ്രശ്നം. അവൾക്ക് വിശക്കുന്നു. പാചകവും അറിയില്ല. രാജകുമാരിയല്ലേ. എന്നാൽ ആ നാട്ടിലെ ഭക്ഷണവും അവൾ കഴിക്കില്ല. വൃത്തി കുറവാണത്രേ. ഉടനെ സംശുവാൻ അവൾക്കായി ഭക്ഷണമുണ്ടാക്കാൻ തുടങ്ങി. ഇതുകണ്ട് അവന്റെ സഹായി പറഞ്ഞു, അങ്ങേക്ക് രാജകുമാരി ഒരു പെങ്ങളെ പോലെയാണ് എന്നെനിക്കറിയാം. പക്ഷേ അവൾ പറയുന്നതെന്തും ഇങ്ങനെ ചെയ്തു കൊടുക്കണം. ഇത് കേട്ട് സംശുവാൻ പറഞ്ഞു, പണ്ട് എന്റെ ഷ്യാവ്യാവയ്ക്കും ഷിയാനിലെ ഭക്ഷണം ഒട്ടും പിടിക്കില്ലായിരുന്നു. അന്നവൾക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. സംശുവാന്റെ മനസ്സ് മുഴുവൻ ഷ്യാവ്യാവോ ആണ്. ഈ 300 വർഷങ്ങളും സംശുവാൻ ഷ്യാവ്യാവയെ തിരയുകയായിരുന്നു. അവൻ ഹാവ്ലിങ്ങിലും ഷിയാനിലുമെല്ലാം അവളെ തിരഞ്ഞു. എവിടെയും കണ്ടെത്താനായില്ല. അങ്ങനെ ഒടുവിലാണ് അവൻ ചിൻഷയിലെത്തുന്നത്. അവൻ ഒരു സാധാരണ മദ്യവ്യാപാരിയായാണ് അവിടെ എത്തിയിരിക്കുന്നത്. ഷിയാനിലെ അവന്റെ ചെറിയച്ഛന്മാർ അവനെക്കുറിച്ച് അറിയാതിരിക്കാനാണത്.
അടുത്ത ദിവസം രാവിലെ ശ്യാവ്യാവോ കുറച്ച് പാത്രങ്ങൾ കഴുകാനായി നദിക്കരയിലെത്തി. അവളായിട്ട് വന്നതല്ല, അമ്മാവൻ മൂവിന്റെ തല്ല് പേടിച്ചാണ്. ഭക്ഷണം കഴിച്ചാൽ പാത്രം കഴുകി വെക്കാൻ അവൾക്ക് മടിയാണ്. അമ്മാവൻ മൂവിന് ഇത് കാണുമ്പോൾ തന്നെ കലി വരും. അദ്ദേഹമാണ് ആ വീട്ടിലെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്. അങ്ങനെ അമ്മാവൻ മൂ ഓടിച്ചു വിട്ടതുകൊണ്ടാണ് അവൾ നദിക്കരയിലെത്തിയത്. അവിടെ എത്തിയപ്പോൾ അവളൊരു കാഴ്ച കണ്ടു. അവിടെ ഒരു യാചകൻ കിടക്കുന്നുണ്ട്. അവന്റെ ശരീരം മുഴുവൻ മുറിവുകളാണ്. ദയനീയമാണ് അവന്റെ അവസ്ഥ. ശ്യാവ്യാവോ അത് കണ്ടതും സഹായിക്കാൻ നിൽക്കാതെ തിരിഞ്ഞു നടക്കുകയാണ് ചെയ്തത്. അതൊരു യാചകനല്ല, മറിച്ച് ഒരു ദേവനാണ് എന്നവൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരുന്നു. ഇവനെ ഇപ്പോൾ സഹായിച്ചാൽ ഇവന്റെ അസുഖമെല്ലാം മാറി വീണ്ടും പഴയ രൂപത്തിലാവും. അപ്പോഴവർ തമ്മിൽ പ്രണയമാവും, പിന്നെ വിവാഹം. അത് കഴിഞ്ഞ് അവൻ അവളെ ഉപേക്ഷിക്കും. എന്തിനാണ് വഴിയെ പോകുന്ന പ്രശ്നങ്ങളെല്ലാം എടുത്ത് തലയിൽ വെക്കുന്നത്? ഇങ്ങനെയൊക്കെ ആയിരിക്കാം അവളുടെ മനസ്സിൽ ഓടുന്നത്. അവൾ മിണ്ടാതെ തിരിച്ചുപോയി. അന്ന് വൈകുന്നേരമായപ്പോൾ ആ ഭിക്ഷക്കാരൻ അവിടെ തന്നെ കിടക്കുകയാണ് എന്ന് ചാൻസുവും മാസവും വന്ന് അവളോട് പറഞ്ഞു. ആരും അവനെ സഹായിച്ചിട്ടില്ല എന്നവൾക്ക് ബോധ്യമായി. അവസാനം അവൾ വീണ്ടും നദിക്കരയിലെത്തി. ആ ഭിക്ഷക്കാരൻ അവിടെ തന്നെ കിടക്കുകയാണ്. നേരത്തെ ചാൻസു അവനൊരു പൂ എറിഞ്ഞു കൊടുത്തിരുന്നു. അതും കയ്യിൽ പിടിച്ചാണ് അവൻ കിടക്കുന്നത്. അവന്റെ ആ കിടപ്പ് കണ്ടപ്പോൾ ശ്യാവ്യാവോയുടെ മനസ്സിൽ ഒരു ചിത്രം തെളിഞ്ഞു വന്നു. ചെറുപ്പത്തിലൊരിക്കൽ അവളും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നുപോയിട്ടുണ്ട്. പിന്നെ അവൾക്ക് നോക്കി നിൽക്കാനായില്ല. അവനെ അവൾ വൈദ്യശാലയിലേക്ക് മാറ്റി. അവനെ പരിശോധിച്ചു. നോക്കിയപ്പോൾ അവന്റെ ശരീരത്തിൽ ഇല്ലാത്ത മുറിവുകളില്ല. ചാട്ടവാറടിയുടെ, പൊള്ളലേറ്റതിന്റെ, കത്തികൊണ്ട് കുത്തിയതിന്റെ, വാളുകൊണ്ട് വെട്ടിയതിന്റെ, ആണികൾ കുത്തിയിറക്കിയതിന്റെ എല്ലാം മുറിവുകൾ അവന്റെ ശരീരത്തിലുണ്ട്. അവന്റെ കാലിലെ എല്ലുകൾ പൊട്ടിയിരുന്നു. എന്നാൽ അത് ശരിയായി കൂട്ടിച്ചേർത്തിരുന്നില്ല. ഇനി അത് ശരിയാക്കണമെങ്കിൽ ആ എല്ലുകൾ വീണ്ടും ഒടിക്കണം. അവൾ ഒരു ചുറ്റികയെടുത്ത് അവന്റെ എല്ലുകൾ ഒടിക്കാൻ തുടങ്ങി. ആർക്കും കണ്ടു നിൽക്കാൻ കഴിയാത്ത ഒരു കാഴ്ചയായിരുന്നു അത്. അതോടെ ആ ഭിക്ഷക്കാരന്റെ ബോധം പോയി. രാത്രിയായി. ഈ സമയം സംശുവൻ അവന്റെ സഹായിയെയും കൂട്ടി കഥ പറയുന്ന ഭൂതത്തിനടുത്തെത്തി. ശ്യാവ്യാവയെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയണം. എന്നാൽ പകൽ പോയാൽ അവനെ മറ്റുള്ളവർ ശ്രദ്ധിക്കും. അങ്ങനെ അവൻ ഇവിടെയുണ്ടെന്ന വിവരം ഷിയാനിലെ ചെറിയച്ചന്മാരറിയും. അതൊഴിവാക്കാനാണ് അവൻ രാത്രി പോയത്. സംശുവാൻ അവന്റെ ആവശ്യം ഭൂതത്തെ അറിയിച്ചു. ഭൂതമുടനെ ശ്യാവ്യാവയുമായി സാമ്യമുള്ള പലരെയും ആ കല്ലിൽ കാണിച്ചു കൊടുത്തു. പക്ഷേ അവരാരും ശ്യാവ്യാവോ ആയിരുന്നില്ല. ഒടുവിൽ ആ ഭൂതത്തിന്റെ കല്ലിൽ ഒരാളുടെ ചിത്രം തെളിഞ്ഞു വന്നു. നമ്മുടെ വെൻ ഷാവ്ലിയോന്റെ. ഇത് കണ്ട് ഭൂതം പറഞ്ഞു, ഇത് വെൻ ഷാവ്ലിയോ ആണ്. ഇവനെ എനിക്ക് പതിറ്റാണ്ടുകളായി അറിയാം. ഇവനായിരിക്കില്ല നിങ്ങൾ തിരയുന്നത്. അത് കേട്ട് സംശുവാനും അത് ശരിയാണെന്ന് തോന്നി. ഞാൻ തിരയുന്നത് ഒരു സ്ത്രീയെയാണ്, പുരുഷനല്ല എന്ന് അവനും പറഞ്ഞു. അവൻ നിരാശയോടെ മടങ്ങി. ഇതേ സമയം ആ ഭിക്ഷക്കാരന് ബോധം തെളിഞ്ഞു. അവൻ നോക്കിയപ്പോൾ ശ്യാവ്യാവോ അടുത്തു തന്നെയുണ്ട്. അവന്റെ അടുത്ത് അവളൊരു മെഴുകുതിരി കത്തിച്ചു വെച്ചിട്ടുണ്ട്. ആ മെഴുകുതിരിയുടെ നേരെ ചുവട്ടിൽ തലവെച്ചാണ് അവൾ ഉറങ്ങുന്നത്. അത് കണ്ട് അവൻ അവന്റെ കൈ ആ മെഴുകുതിരിയുടെ ചുവട്ടിൽ വെച്ചു. അടുത്ത ദിവസം രാവിലെയായി. ശ്യാവ്യാവോ ഉറക്കമുണർന്നു നോക്കിയപ്പോൾ മെഴുകുതിരിയുടെ മെഴുകെല്ലാം ഉരുകി ഭിക്ഷക്കാരന്റെ കയ്യിലായിരിക്കുന്നു. അവന്റെ അവസ്ഥ ഇത്രയും മോശമായിരുന്നിട്ടും അതിനിടയിലും മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടവന് എന്ന് ശ്യാവ്യാവോവിന് ബോധ്യമായി. അവൾ അവനെ പരിശോധിക്കാൻ തുടങ്ങി. അവന്റെ അവസ്ഥ വളരെ ദയനീയമായിരുന്നു. അവന് ഇനി അധിക നേരം ആയുസില്ല എന്നവൾക്ക് മനസ്സിലായി. അവനൊരു ദേവനാണ്. അതുകൊണ്ട് സാധാരണ മരുന്നൊന്നും അവനെ ഏൽക്കില്ല. ഉടനെ ശ്യാവ്യാവോ ഒരു കാര്യം ചെയ്തു. അവൾ അവളുടെ കയ്യിലെ ഞരമ്പ് മുറിച്ചു. എന്നിട്ട് അതിൽ നിന്നുള്ള രക്തം അവന്റെ വായിലേക്ക് ഇറ്റിച്ചു കൊടുത്തു. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം ശ്യാവ്യാവോ അവനെ പരിചരിച്ചു. അവളുടെ രക്തത്തിന്റെ ശക്തി കൊണ്ട് അവന്റെ മുറിവുകൾ പതുക്കെ പതുക്കെ ഉണങ്ങാൻ തുടങ്ങി. കുറച്ചു ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴേക്കും അവന് കഷ്ടിച്ച് എഴുന്നേറ്റ് നിൽക്കാമെന്നായി. ഇത് കണ്ട് ശ്യാവ്യാവോ പറഞ്ഞു, കുറെ ദിവസമായില്ലേ നീ ശരിക്കൊന്ന് കുളിച്ചിട്ട്? ഇന്നൊന്ന് വൃത്തിയായി കുളിക്കാം, ഞാൻ നിന്നെ സഹായിക്കാം. ഇത് കേട്ട് ആ ഭിക്ഷക്കാരന് ഒരു മടി. അത് കണ്ട് അവൾ ചോദിക്കും, നമ്മൾ രണ്ടുപേരും പുരുഷന്മാരല്ലേ, എന്തിനാ മടിക്കുന്നത് എന്ന് ചോദിച്ച് അവന്റെ വസ്ത്രമഴിക്കാൻ അവൾ അവനെ സഹായിക്കാൻ തുടങ്ങി. എന്നാൽ അവന്റെ അടുത്ത് നിന്നപ്പോൾ അവൾക്ക് എന്തോ ഒരു തോന്നൽ, അടിവയറ്റിൽ മഞ്ഞ് വീണതുപോലെ. പെട്ടെന്ന് അവൾ അവന്റെ അടുത്തു നിന്നും മാറിക്കളഞ്ഞു. ഇത് കണ്ടതും ആ ഭിക്ഷക്കാരന് ഒരു കാര്യം മനസ്സിലായി. ഇതൊരു പുരുഷനല്ല, മറിച്ച് സ്ത്രീയാണ്, ഒരു ദേവത. ഈ ഭിക്ഷക്കാരൻ ആരാണെന്ന് ഞാൻ ഇതുവരെ പറഞ്ഞില്ലല്ലേ?
അതാരാണെന്ന് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ലോസ്റ്റ് ഫോർ എവറിന്റെ പാർട്ട് 1 നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കൂ. അടുത്ത വീഡിയോയുമായി ഉടനെ എത്താം. താങ്ക്സ് ഫോർ വാച്ചിങ്.